ഹലോ, വനിതാ പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പറഞ്ഞോളൂ. ആ, ഇവിടെ ടൗണിൽ ഭയങ്കര പ്രശ്നം നടക്കുക. വേഗം വരണം. എവിടെയാണ്? മാർക്കറ്റിന്റെ അടുത്താ. പിന്നെ വരുമ്പോഴേ ആ മുംതാസ് പോലീസിനെ കൂടെ ഒന്ന് കൊണ്ടുവരുമോ? വെച്ചിട്ട് പോടാ റാസ്കൽ. നീ ആരാണെന്നൊക്കെ എനിക്കറിയാം. നിന്നെ പൊക്കാനേ എനിക്ക് അധികം സമയം വേണ്ട. ഇന്നും കുളമായി. ആരോടെ രാവിലെ തന്നെ ചൂടാവുന്നത്? രാവിലെ തന്നെ ഓരോ വഷളന്മാരിറങ്ങും മനുഷ്യന് തലവേദന ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ നൂറൂട്ടും പ്രശ്നങ്ങളുമായിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നത്. മാഡം എന്തിനാ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന? കുറച്ചു കാര്യം ഹസ്ബൻഡിനെ ഏൽപ്പിച്ചൂടെ? അതെ, മൂപ്പർക്ക് വലിയ ഇഷ്ടാ അടുക്കള കയറി പണിയെടുക്കാൻ. പക്ഷെ അത് ശരിയാവില്ല, എനിക്ക് ഇഷ്ടല്ല. ഗുഡ് മോർണിംഗ് സർ. ഐശ്വര്യമായിട്ട് ഒപ്പിട്ടോളൂ സർ. താൻ ഈ മീശയും ചുരുട്ടി മേഡത്തിന്റെ വീട്ടിൽ പോയാലേ തിരിച്ചു വരുമ്പോ മീശ കാണില്ല. ഇത് വണ്ടി ഇല്ലേ? പുതിയ ജീപ്പ. എന്താ നിന്റെ പേര്? ഞാനൊരു പൊളി പൊളിക്കും മോനെ. നീ മറക്കണോ കറി വെക്കണം? രണ്ടും വെച്ചോ. ആ, കൊണ്ടുവരാം. എന്നാ പൊക്കോ. ജീപ്പ് ഓടിക്കാൻ ഡ്രൈവർ വന്നു. അപ്പൊ ഇന്നെ വണ്ടി കിട്ടും. മുരുക, ഒന്ന് തള്ളി തരുമോ? ഞങ്ങൾ തള്ളിയ പോവോ? ഞങ്ങളും വരാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. തള്ളു തള്ളു തള്ളു. വായ നോക്കി നിൽക്കാതെ പോയി വണ്ടി തള്ളടോ. എനിക്ക് ഭാരമുള്ള ജോലിയും ചെയ്യാൻ പറ്റില്ല സാറേ. എന്താ? എന്റെ ശ്വാസകോശമേ ഇങ്ങ് വന്നേ, സ്പോഞ്ച് പോലെയാ. പോയി വണ്ടി തള്ളടോ. കാഴ്ച കണ്ടോണ്ട് ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം. മോളെ, ഈ വണ്ടിക്ക് ഇത് എന്ത് പറ്റി? ആ, അവിടെ ആഞ്ഞു തള്ളോ. എന്നെയല്ല, വണ്ടി തള്ളടോ. സ്റ്റാർട്ടായല്ലോ. അപ്പൊ ശരി, ഓക്കെ, പോയിട്ട് ആഴ്ചക്ക് എന്റെ വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന പാർട്ടികളാ. പോലീസ് ജീപ്പിന്റെ ഒക്കെ ഒരു അവസ്ഥയല്ലേ സാറേ? സാറേ, എന്റെ വണ്ടി. നിന്റെ വണ്ടിയല്ല, നിന്റെ മാറോ.
പുതിയ പോലീസ് ഡ്രൈവറാ അമ്മേ. ഓ മനസ്സിലായി. ഭാഗ്യം. ശരി മുത്തശ്ശി, ഞാൻ പോയിട്ടില്ല. ശരി മോളെ. താനെങ്ങോട്ടാ? കേട്ടണ്ടേ? പോയി കേറടോ. ആദ്യമായിട്ട് ഒന്നുമില്ല. എന്തോടെ പ്രശ്നം? അറിയത്തില്ല സാറേ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇത് പിടിച്ചോ. പന്ത്രണ്ട് സ്പാനർ എടുത്ത് സ്റ്റാർട്ട് നോക്കി. സാറേ, സാറിന്നാണോ ചാർജ് എടുത്തേ? എത്രയായി? 7. വീട് എവിടെയാ? കൊച്ചിയിലോ? ആ, ബാക്കി പിന്നെ തരാട്ടോ. ഓ, വിശദമായിട്ട് നമുക്ക് കാണാം. ആയിക്കോട്ടെ. പോലീസുകാരനായ ഇങ്ങനെ വേണം, കണ്ടിട്ട് യോഗ്യനാണ്. ഭർത്താവ് ചെലവിന് കൊടുക്കുന്നില്ല, അമിത മദ്യപാനം, ഭാര്യയെ സംശയം തുടങ്ങിയ ഒരു 50 കേസുകളെങ്കിലും ദിവസം ഇവിടെ കിട്ടുന്നുണ്ട്. വനിതാ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ട് 42 വർഷമായി. അന്നും ഇന്നും വരുന്നതോ ഇതേ കേസുകൾ തന്നെ. അത്ര സഖിയിട്ടു മാഡം, അല്ലെങ്കിൽ ഈ പരാതിയുമായിട്ട് ഞാൻ വരില്ലായിരുന്നു. ഈ കുഞ്ഞിന് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു നോക്കി ഇദ്ദേഹത്തോട്. ഓട്ടക്കാരനും യാത്രക്കാരനും പോലെ ഉള്ള സ്വഭാവം എന്നും തല്ലും മുഴക്കും. സഖി ഏട്ടനെ ഞാൻ പോയി കുടിക്കണേ. താനത്ര നല്ലയാളൊന്നും അല്ല, ഞാൻ വ്യക്തമായി അന്വേഷിച്ചതാ. കൂടെ ഒരു കുട്ടി ഉണ്ടെന്നുള്ള കാര്യമെങ്കിലും 2 പേര് ഓർക്ക്. ഒരു ലാസ്റ്റ് ചാൻസ് കൂടി ഞാൻ തരാം. വനിതാ സെല്ലിന്റെ ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആലോചിക്കാം പിരിയണോ വേണ്ടയോ എന്ന്. ശരി, ചെല്ല്. ശരി മേഡം. ഇവിടെ കയറി ഇറങ്ങി ഇവിടെ ചീത്ത കേൾക്കണ സമയം കൊണ്ടേ കുടി നിർത്തി കുടുംബം നോക്കാം. ആ കൊച്ചിനെ കേട്ടെ ആണോ പെണ്ണോ മറന്നുപോയി. രാമകൃഷ്ണ, ഇതൊന്ന് DTP എടുത്തിട്ട് വാ. ഇവിടുത്തെ കമ്പ്യൂട്ടർ കേട്ടാ. ഇവിടത്തെ കമ്പ്യൂട്ടർ ശരിയാക്കി ഇവിടുന്ന് DTP എടുത്ത് തന്നാ പോരെ? ആഹാ, ഇതെപ്പോ പഠിച്ചു? సార్ నేను ఒక్క ఫిర్యాదు ఇవ్వాలి. మేడం, సార్ మా దగ్గర ఉన్న కొద్ది కల్పించడం లేదు. మేము 2 రోజుల నుంచి వెతుకుతున్నాము. ఆ బస్ స్టాండ్ పరిసరంలో కనిపించకుండా పోయింది. మేము భోజనం చేసేటప్పుడు ఎవరో దొంగిలించారు. దయచేసి సార్, దయచేసి. ఏంటి కష్టం? നിനക്കിതൊക്കെ അറിയോ? പിന്നെ కొంచెం తెలుసు. ఎలాగైనా దాన్ని వెదకి పెట్టండి సార్. ఇక దాన్ని వెదగడానికి ఒక్క స్థలం కూడా లేదు. నీకు పుణ్యం వస్తుంది. అది మా జీవితం. కోతి పిల్ల కనిపించడం లేదు. പെൺകുട്ടി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ കാണാനില്ല. ആണോ? എന്നാ കംപ്ലൈന്റ് എഴുതാനും പറ. ഒരു കംപ്ലൈന്റ് കൊടു. ആ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിലേ നമുക്കത് അത്യാവശ്യം തരാൻ പറ. പിള്ള ഫോട്ടോ గ్రూప్ ఫోటోనే ఉంది. ഗ്രൂപ്പ് ഫോട്ടോ ആയാലും മതി അല്ലേ? മതി. ఆ ఫోటోలో రెడ్ రౌండ్ వేస్తుంది. అదే మాకోది. അതില് റെഡ് റൗണ്ട് ഇട്ടതാണ്. കണ്ടില്ലേ? അയ്യേ, CPU അഴിച്ച് വെച്ചിട്ടുണ്ട്.